ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇൻട്രോഡൊക്കെ എടുക്കാനായിട്ട് ഞാൻ മറന്നുപോയിട്ടോ. നേരെ തന്നെ വീഡിയോയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, രാവിലെ തന്നെ ഞാൻ പണികളൊക്കെ ആരംഭിക്കുകയാണെന്ന് കുറച്ചധികം നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ തന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടാണ് പിന്നെ അടുക്കളയിൽ കയറിയിട്ട് ചായ പോലും തിളപ്പിക്കുന്നതിന് മുന്നേ എന്നെ കുളിച്ചിട്ടോ. കാരണം കുളിച്ച് കഴിഞ്ഞൊരു ഉഷാറുണ്ടാവും. ചില ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, ചില ദിവസങ്ങളിൽ ഭയങ്കര മടി വരാറുണ്ട് കേട്ടോ. അങ്ങനെ മടികളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ ഇരിക്കും. പിന്നെ എന്തുട്ടാ, നല്ല തണുപ്പുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അതേ തലേ ദിവസം തന്നെ പ്രായിൽ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ തലേ ദിവസം മേടിച്ച് വെച്ചാൽ ഭയങ്കര ഉപകാരമാണ്. കാരണം പിറ്റേ ദിവസം അങ്ങോട്ട് കറിയെടുത്ത് വെച്ചാൽ മതിയല്ലോ. അല്ലെങ്കിൽ മീൻ മേടിക്കാൻ നിൽക്കണം, അത് മുറിക്കാൻ നിൽക്കണം, അങ്ങനെ കുറേ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതാവുമ്പോൾ മുറിച്ചിട്ട് മേടിച്ചിട്ടാണ് വെച്ചത്. പ്രായിലാണ് കേട്ടോ. പ്രായിൽ നല്ല ടേസ്റ്റുള്ള മീനല്ലേ. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ ചോറിനിട്ടിട്ട് പിന്നെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുള്ള ഇന്ന് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് പുറത്തോട്ടെടുത്ത് വെച്ചു കേട്ടോ. പിന്നെ കടല ഞാനിപ്പോഴായി പിന്നെ ഒന്ന് എന്നിട്ടാണ് വെള്ളത്തിൽ കുതിർത്തിട്ട് കുറച്ചധികം തന്നെ കുതിർക്കും, എന്നിട്ട് ഫ്രീസറിലെടുത്ത് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് കടലക്കറി ഉണ്ടാക്കാൻ തോന്നുമ്പോൾ അപ്പം തന്നെ ഉണ്ടാക്കാമല്ലോ. എൻ്റെ മക്കൾക്ക് കടല പുഴുങ്ങിയത് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. തുമ്പിക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ തുമ്പിക്ക് അധികം കൊടുക്കാൻ പറ്റില്ല. അവർക്ക് ഇങ്ങനെ മറ്റേ ഈ അപ്പി പോകുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കട്ടിയാവുന്ന ആ ഒരു ഭക്ഷണങ്ങൾ അധികം ഞാനിപ്പോൾ കൊടുക്കാറില്ല. അങ്ങനെ എന്ത് ചെയ്തു, സുക്രൂന് നല്ല ഇഷ്ടമാണ്. അപ്പോൾ സുക്രൂന് കൊടുക്കാറുണ്ട് കേട്ടോ. സുക്രൂന് വലിയ പ്രശ്നങ്ങളില്ല. കടല കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. പക്ഷെ തുമ്പിക്ക് ഇതേപോലെ പ്രശ്നമായതുകൊണ്ട് ഞാൻ അധികം കൊടുക്കാറില്ലെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുന്നത് എണീറ്റ് പാടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ശബ്ദത്തിനൊരു ഗാംഭീര്യമുള്ളത്. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ കടല വേവിക്കാനായിട്ട് കുക്കറിലോട്ട് ഇട്ടു. പിന്നെ എന്തുട്ടാണ്, ചായയൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തുട്ടാണ്, നമ്മൾ അരിപ്പൊടി 5 കിലോ മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പൊടിയാണ് കേട്ടോ. ആനപ്പുഴയിൽ നിന്നാണ് വാങ്ങിച്ചത്. ആനപ്പുഴ ജംഗ്ഷനിൽ നിന്നാണ്. നല്ല പൊടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുട്ടാണ്, അതിനൊരു സമാധാനമായി. കാരണം അരിപ്പൊടി ആട്ടപ്പൊടിക്കൊക്കെയാണ് കൂടുതൽ ഇവിടെ ഡിമാൻഡ് ഉള്ളത്. അപ്പോൾ അരിപ്പൊടി അളവ് നോക്കിയതാണ് ആ കാണുന്നത്. കുറച്ച് നിലത്തോട് തൂവിപ്പോയി. അപ്പോൾ എനിക്ക് കൂടോ കുറയോ എന്നുള്ളൊരു ഡൗട്ടാണ്. എനിക്കിപ്പോഴും ശരിക്കും നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. എത്ര ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആവുമെന്ന് പഠിച്ചു വെച്ചാൽ മതി. അത് പഠിക്കാനായിട്ട് എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനൊരു ഊഹം വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നൂലപ്പം ഇച്ചിരി കൂടിക്കഴിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ, പിള്ളേർ തിന്നോളും. പ്രത്യേകിച്ച് സുക്രൂനാണ് നൂലപ്പം ഇഷ്ടം. അപ്പോൾ അത് കെറ്റിൽ വെള്ളം കുറച്ചധികം തന്നെ ചൂടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഉപകാരമാണ് കേട്ടോ. അങ്ങനെ അയ്യോ ഞാൻ പറയാൻ മറന്നു. അല്ല, നേരത്തെ പറഞ്ഞത് കടല വേവിക്കാനിട്ടു എന്നാണ്. കടല വേവിക്കാനിട്ടിട്ടില്ല കേട്ടോ. എണീറ്റ പാടെ തന്നെ ആയതുകൊണ്ട് കുറച്ച് വെളിവ് കുറവുണ്ട്. എല്ലാവരും എന്നിട്ടാണ് ക്ഷമിക്കുക. അപ്പോൾ ഇത് കടല കുക്കറിലോട്ട് ഇട്ടിട്ട് ഫ്രീസായിരിക്കുകയാണ് കേട്ടോ. അതും ഒരു പ്രശ്നവും ഇല്ല. നമ്മളത് ഈ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അത് അങ്ങോട്ട് കുതിർന്ന് പൊക്കോളും. പിന്നെ ഇങ്ങനെ എന്തിട്ടാ ജോലിക്കൊക്കെ പോകുന്ന വുമൻസും പിന്നെ പിള്ളേർ സ്കൂളിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ ഇതാണ് ഉപകാരം. എല്ലാം ഫ്രീസറിൽ കയറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടപ്പേന്ന് എല്ലാതും ആകും. പിന്നെ എന്തിട്ടാ, അങ്ങനെ അത് വെച്ചു. പിന്നെ ചോറ് ആവാനായിട്ട് കുറച്ച് നേരം. അപ്പോൾ 2 കുക്കറിൽ നല്ല ബിസിയിലാണ്. പിന്നെ അത് എൻ്റെ ഈ ഒരു കപ്പ് ഈ ഒരു ഗതിയായിട്ടോ. ഞാൻ 2-3 ദിവസം വീട്ടിൽ പോയി നിന്നു. സുധിച്ചേട്ടൻ്റെ ആ ഒരു കുറച്ച് അടുക്കള പരീക്ഷണങ്ങളിൽ കപ്പ് ഇതേപോലെ ആയിട്ടുണ്ട്. ഇത് സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിക്കാൻ പറ്റുമെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ആരെങ്കിലും. സുധിച്ചേട്ടൻ പറയുന്ന സ്റ്റീലായതുകൊണ്ട് സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിക്കാൻ പറ്റില്ലെന്നാണ്. ഒന്ന് ഒട്ടിച്ച് നോക്കണം. നല്ല അടിപൊളി കപ്പാണ്. നല്ല വലുതായതുകൊണ്ട് എല്ലാത്തിനും നല്ല ഉപകാരമാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അത് ചായയൊക്കെ ഒന്ന് സെറ്റായിട്ട് അതൊന്ന് ഫ്ലാസ്കിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തിട്ടാണ്, നമ്മൾ നൂലപ്പത്തിന് കുഴച്ചത് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നമ്മൾ എത്രത്തോളം കൈ കൊണ്ട് കുഴച്ചെടുക്കണോ അത്രത്തോളം നല്ല ടേസ്റ്റ്, നല്ല സ്മൂത്തിൽ ഇത് കിട്ടും. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, നല്ല അടിപൊളി പൊടിയായിരുന്നു കേട്ടോ. നല്ല സ്മൂത്തായിട്ടുള്ള നൂലപ്പം കിട്ടി. അങ്ങനെ അത് നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിലാണ് നൂലപ്പം ചുടുന്നത്. അപ്പോൾ അതൊന്ന് എണ്ണയൊക്കെ തടവിയിട്ട് നന്നായിട്ടൊന്ന് എടുത്ത് വയ്ക്കാണ് കേട്ടോ. നൂലപ്പത്തിനൊക്കെ ഇപ്പോൾ ഞാൻ നല്ല എക്സ്പെർട്ടാണ്. പണ്ടാകെ ഒരു പുട്ടും ഒരു മീൻകറിയും മാത്രം ഉണ്ടാക്കാൻ അറിയുള്ളൂയിരുന്നു കേട്ടോ എനിക്ക്. പക്ഷെ ഇപ്പം ഞാൻ ഒരുപാട് കറികൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു 80% സക്സസ് ആവാറുണ്ട് കേട്ടോ. പിന്നെ അത് എല്ലാം യൂട്യൂബ് ദൈവങ്ങളാണ്. യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഒരുമാതിരി എല്ലാ കറികളും. ഇപ്പോൾ മോരുകറി പോലും എനിക്ക് വലിയ കാര്യത്തിന് വെക്കാൻ അറിയില്ല. മോരുകറി എല്ലാം ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ്. ഒരാൾ പറഞ്ഞു തന്നതിനേലും എനിക്ക് ബെറ്ററായിട്ട് തോന്നുന്നു യൂട്യൂബിൽ കാണുമ്പോൾ. കണ്ട് മനസ്സിലാക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നാറുണ്ട്. നല്ല ടേസ്റ്റിലും വരാറുണ്ട് കേട്ടോ.
ആവാറുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോപ്പും ആവാറുണ്ട്. പക്ഷെ നമ്മൾ തോറ്റ് പിൻവാങ്ങരുത്. നമ്മളിപ്പോൾ നല്ലത് തിന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കഴിക്കണം, അല്ലാണ്ട് നമുക്കിപ്പോൾ ആരും വെച്ച് തരാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുമാതിരി എല്ലാ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. പിന്നെ നൂലപ്പം അങ്ങനെ അത് റെഡി ആവായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ കറക്കി എടുത്തതിന് ശേഷം അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ നൂലപ്പത്തിൻ്റെ അച്ചെന്നൊക്കെ പറയണം, പണ്ട് കാലങ്ങളിൽ ഞാൻ നൂലപ്പം ഉണ്ടാക്കുമ്പോൾ ആ അച്ച് കഴുകുന്നത് രാത്രിയായിരിക്കും കേട്ടോ. നൂലപ്പത്തിൻ്റെ അച്ചിൽ നിന്ന് വിട്ട് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിച്ചിരി വെള്ളമൊഴിച്ച് വെച്ചാൽ മതി, പക്ഷെ അതൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ അതേ കണ്ടില്ലേ, വെള്ളമൊഴിച്ച് വെച്ചപ്പോൾ അപ്പം തന്നെ കഴുകിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ അതൊക്കെ കഴുകിയെടുത്തിട്ട് സ്ലാബ് ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടാണ് പിന്നെ നെക്സ്റ്റ് പണി ചെയ്യുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ മീനൊക്കെ ഒന്ന് രണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്, ഒന്ന് വെക്കാനും വറുക്കാനും. ഇച്ചിരി വലിയ മീനൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മുളകൊക്കെ പരട്ടി വെക്കാറുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടിയും മുളക് ഉപ്പും ഇട്ട് വരട്ടി വെക്കാറുണ്ട്. അപ്പോൾ അത് കുറച്ച് നന്നായിട്ട് അതിൽ പിടിച്ചിടിക്കും. പിന്നെ വറുക്കാൻ ഞാൻ കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട്. സൂചിയാണ് വറുത്ത മീൻ നല്ല ഇഷ്ടമാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു പ്രായിലൊക്കെ വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വറുക്കണേൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഞാനിപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല, കാരണം വേഗമുള്ള കാര്യങ്ങളല്ലേ. വേഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നെനിക്ക് കുറച്ച് അധികം തന്നെ സമയമുള്ളതുകൊണ്ട് മനസ്സിന് കുറച്ച് സമാധാനമായിട്ടാണ് കേട്ടോ ഈ പാചകങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയിൽ ചെയ്യാനും പറ്റി, അതുകൊണ്ട് തന്നെ വീഡിയോസ് നല്ല അടിപൊളിയായിട്ട് എടുക്കാനും പറ്റി കേട്ടോ. മനസ്സിന് കുറച്ച് സന്തോഷമുള്ള ദിവസമാണ് അത്. എനിക്ക് മനസ്സിലായത് അതാണ് കേട്ടോ. നമുക്ക് മനസ്സിന് സന്തോഷമാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അതേസമയം മനസ്സിന് എന്തെങ്കിലും ടെൻഷനാണെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചത് അങ്ങോട്ട് പോകും, അങ്ങനത്തെ ടെൻഷനുകളായിരിക്കും. പിന്നെ മക്കൾ രണ്ടുപേരും എണീറ്റിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അവർ വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുക, അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് പാചകവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. പക്ഷേ ഇപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ തുമ്പിക്കുട്ടി എണീക്കും കേട്ടോ. തുമ്പിക്കുട്ടി എണീക്കും. പിന്നെ തേങ്ങ ചിരകാനായിട്ട് പോകുമ്പോഴൊക്കെ തുമ്പിക്കുട്ടി എണീറ്റ് വരും കേട്ടോ. അവർക്ക് നല്ല ഇഷ്ടമാണ് നാളികേരം തിന്നുന്നത്. അപ്പോൾ ഇതേ നൂലപ്പമൊക്കെ ആയിട്ട് നൂലപ്പം ഞാൻ കാസർഗോഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മീൻകറി ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. മീൻകറിക്ക് വേണ്ടിയിട്ട് ഇനി നാളികേരം ചിരകണം. പിന്നെ അതേപോലെ തന്നെ നൂലപ്പത്തിൻ്റെ ആ ഒരു മൂടി വെച്ചിട്ടാണ് കേട്ടോ മൂടുന്നത്. അപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഈ കാണിക്കുന്നത്. അതിനുശേഷം ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒരു വെളുത്തുള്ളിയൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വയ്ക്കുകയാണ്. പിന്നെ എൻ്റെ കയ്യിൽ ഇതിവിടെ വെയിൻ്റെ അവിടെ ഇങ്ങനെ ഒരു മുഴ പോലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ അരിയുന്ന വീഡിയോസൊക്കെ കാണുമ്പോൾ അത് ഞാൻ ഡോക്ടറെ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് വലിയ പ്രശ്നമുള്ളൊരു മുഴയല്ല, അത് വേണമെങ്കിൽ സർജറി ചെയ്ത് കളയാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഈ വക സാധനങ്ങൾ ഇഞ്ചക്ഷൻ വരെ ഭയങ്കര പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഇങ്ങനെ വ്യാകുലപ്പെട്ട് നിൽക്കുകയാണ് ഞാൻ. പക്ഷേ ഇത് വീഡിയോസിലൊക്കെ കാണുമ്പോൾ കുറച്ച് വലുതായിട്ട് തോന്നുന്നുണ്ട്. എനിക്കതിന് വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ വേദന വരുമ്പോഴായിരിക്കും ഞാനിത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ഇത് ഞാൻ കൈ കൊണ്ട് എപ്പോഴും കാണിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൈ ഭയങ്കര വളമാണ് ഇതിന്. ഇത് തൊടാൻ പാടില്ല. പിന്നെ ചിലവർ പറയണം കുപ്പിയോളം ഇട്ട് കഴിഞ്ഞാൽ മാറുന്നു. കുപ്പിയോളം ഇടുന്നതൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. അമ്മ പറയും ഒരു 2-3 വളയെങ്കിലും എടുത്തിട്, അപ്പം അങ്ങനെ മാറുമല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷെ എനിക്ക് തീരെ ഇഷ്ടമല്ല കുപ്പിയോളം ഇടുന്നത്. വല്ല ഫങ്ഷൻ ഇടാമെന്നല്ലാണ്ട് എനിക്ക് കയ്യിൽ വളകളൊന്നും ഇടുന്നത് വലിയ ഇഷ്ടമല്ല. വാച്ച് ഇടുന്നതാണ് ഇഷ്ടം. പിന്നെ വേണമെങ്കിൽ വല്ല ഗോൾഡിൻ്റെ ബ്രേസ്ലെറ്റ് ഇടും, അത് മാത്രമേ ഇഷ്ടമുള്ളൂ കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു, എപ്പോഴെങ്കിലും അതൊന്ന് മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ ആശുപത്രിയിൽ പോവാം. കട്ട് ചെയ്യേണ്ടി വരാതിരിക്കാനായിട്ട് ഒന്ന് പ്രാർത്ഥിക്കണേ. എനിക്കിഷ്ടമല്ല എന്നല്ല, ഭയങ്കര പേടിയാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ അവർ മരവിപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും കട്ട് ചെയ്യുക, പക്ഷെ അത് ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ ഇത് വേപ്പിലുള്ളത് ഉണങ്ങിപ്പോയി, എന്നാലും അത് എടുത്തൊന്ന് കഴുകി വെക്കുകയാണ്. എന്നിട്ട് അതിലോട്ട് ഇടാണ് കേട്ടോ. പിന്നെ ഉള്ളി ഇഞ്ചി പച്ചമുളക് നമ്മുടെ പുളിയൊക്കെ ഞാനൊന്ന് വെള്ളത്തിലോട്ട് എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ നാളികേരമൊക്കെ ചിരകാണ് കേട്ടോ. നാളികേരം ചിരകുമ്പോൾ ഞാനിങ്ങനെ തുമ്പി എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ TV വെച്ചേക്കണാണ് തുമ്പി കേൾക്കില്ല. അപ്പോൾ അതേ നാളികേരമൊക്കെ തുമ്പിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ എന്നോട് ടാറ്റ പറയൂ കേട്ടോ. അങ്ങനെ പിന്നെ തുമ്പിക്ക് ആവശ്യങ്ങളാണ്. ഫ്രിഡ്ജിലെല്ലാ സംഭവവും കൊച്ചിന് വേണം. പക്ഷേ നമുക്ക് ഈ മുട്ട ഇരിക്കുന്നത് പുഴുങ്ങിയ മുട്ടയെന്നൊക്കെയാണ് അതിൻ്റെ വിചാരം. അപ്പോൾ അത് വേണം, ഇത് വേണം, മറ്റേത് വേണം, മറിച്ചത് വേണം, ഓറഞ്ച് വേണം. അപ്പം ഞാൻ അവസാനം ഒരു പാനിയല്ലല്ലോ ബദാമപ്പൊടിയില്ലേ, സോനാപപ്പടി, അതുകൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും കേട്ടോ.
അപ്പോഴേക്കതേ നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഊറ്റിയിടണം. ഈ ചോറ് ഊറ്റിയിടുന്നത് എന്തിനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ കുറേ ആക്കുന്നതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അങ്ങനെ കുറേ ഇങ്ങനെ വീശി കുറച്ച് ചോറ് നിലത്തോട്ടും പോയി. ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളൊരുന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതവിടെ കുറച്ച് നേരം വെച്ചിട്ടെടുത്താൽ മതി. അതിന് ഞാനിങ്ങനെ വീശി കുറച്ച് ചോറൊക്കെ കളഞ്ഞിട്ടൊക്കെ ഊറ്റുള്ളൂ. അത് എൻ്റെ പ്രകൃതമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ചോറൊന്നും ഇതൊരു നിലത്ത് കളയാൻ പാടില്ല കേട്ടോ. എന്നാലും എന്തിട്ടാണ് ഇങ്ങനെ വീശിക്കൊണ്ടേയിരിക്കും. അതെൻ്റെ ആ കൈക്കൊരു അങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ അങ്ങനെയാണ്. പിന്നെ എന്തിട്ടാണ് സുധിച്ചേട്ടൻ അപ്പോഴേക്കും എണീറ്റിട്ടുണ്ട്. അപ്പോൾ ചായയൊക്കെ കൊണ്ടുപോയി കൊടുക്കാനാണ് കേട്ടോ. പിന്നെ എന്തിട്ടാ അതിൻ്റെ ഇടയ്ക്ക് എന്തുട്ടാ ചെയ്തേ, അതിൻ്റെ ഇടയ്ക്ക് നാളികേരം ഒന്ന് അടിച്ച് ഒന്ന് 2ാം പാലൊഴിച്ച് വെച്ച് തിളപ്പിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ചോറൂറ്റൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാറില്ല, ഓരോ പണികൾ ചെയ്യുമ്പോഴായിരിക്കും ചോറൂറ്റൽ ചെയ്യുക. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ വിചാരിച്ചു മീനൊന്ന് വറുത്ത് വയ്ക്കാമെന്ന്. കുറച്ചധികം തന്നെ കറിവേപ്പില ഇട്ടതിന് ശേഷം എന്ത് ചെയ്തു, മീനൊന്ന് വറുക്കാനായിട്ട് ഇടാണ് കേട്ടോ. ഈ എൻ്റെ അപ്പച്ചട്ടി ആകെ നാശകോശമായിട്ടാണ്. പിന്നെ അപ്പച്ചട്ടി പുതിയതൊന്ന് മേടിക്കണം. എൻ്റെ കയ്യിൽ നിന്നൊക്കെ പറ്റണ മണ്ടത്തരാണ്. അപ്പച്ചട്ടിലാരെങ്കിലും മീൻ വറുക്കും, പക്ഷെ ഞങ്ങൾ വറുക്കും. സുധിച്ചേട്ടനാണ് ഇത് തുടങ്ങിയത് മീൻ വറുക്കാനും. മുട്ട വറുക്കാനും ഏറ്റവും ക്യൂട്ടായിട്ടുള്ളൊരു പാത്രം ഇതാണെന്നും കരുതിക്കൊണ്ട് ഇതെടുത്ത് അങ്ങോട്ട് വറുത്തു. പിന്നെ ഞാനും കരുതി ഏറ്റവും സിമ്പിൾ അതിൽ വറുക്കാനാണ്. അങ്ങനെ എന്തിട്ടാണ് വിരലിൽ എണ്ണാവുന്ന അച്ചിങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് അച്ചിങ്ങയും കൂടെ വാട്ടാണ് കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും ഇത് ധാരാളമാണ്. സുധിച്ചേട്ടൻ കുറച്ച് തിന്നുള്ളൂ, ബാക്കി എനിക്കും തിന്നാം. അപ്പോൾ അച്ചിങ്ങ വാട്ടി ഒന്ന് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇനോളത്തൊന്നും പറയുന്നില്ല കേട്ടോ, മെഴുക്ക് വരട്ടിയാണ് ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനായിട്ട് അവിടെ അരിഞ്ഞു വെച്ചു. പിന്നെ എന്തിട്ടാണ് അപ്പോൾ അതേ നമ്മുടെ 1ാം പാലൊക്കെ ഒഴിച്ചിട്ട് മീൻകറി സെറ്റായിട്ട് വെക്കുകയാണ് കേട്ടോ. 2ാം പാലിൽ വെന്തിട്ടുള്ള മീനിലോട്ട് ഒരുവിധം വറ്റി കഴിയുമ്പോൾ 1ാം പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന്, പിന്നെ അധികം തിളപ്പിക്കേണ്ട കാര്യമില്ല കേട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചാൽ മതി. ഇത് ഞാൻ എന്തിനാ കടലക്കറി ഉണ്ടാക്കാനായിട്ട് അരിയുന്നതാണ് കേട്ടോ. അപ്പോൾ കടലക്കറിക്കുള്ള ഗ്രേവിക്കുള്ള സംഭവങ്ങളൊക്കെ അവിടെ വഴറ്റി വെച്ചു. നമ്മുടെ മീൻകറിയൊക്കെ ഏകദേശം സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരുമിക്ക പണികളൊക്കെ തീർന്നു വരികയാണ്. അപ്പോൾ കടലക്കറിയിലോട്ട് നന്നായിട്ട് വഴറ്റാട്ടോ. നല്ല കടലക്കറിയായിരുന്നു ഈ പ്രാവശ്യം. തക്കാളിയും സവാളയും ഇഞ്ചി പച്ചമുളകൊക്കെ നന്നായിട്ട് വഴറ്റുക. പിന്നെ അതേ നമ്മുടെ മീൻകറിയിലോട്ടൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് നല്ലോണം. ഉള്ളി മുരിയിച്ചിട്ടൊന്ന് പൊട്ടിച്ചൊഴിക്കുക. അതിനുശേഷം എന്ത് ചെയ്തു, നമ്മുടെ അതേ കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവി റെഡി ആയതിന് ശേഷം കടല അതിലോട്ട് ഇടുവാണ്ട് എല്ലാം കുറച്ച് ഞങ്ങൾക്ക് 2 പേർക്ക് മതിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ പുഴുങ്ങിയ കടല മാറ്റി വെച്ചതിന് ശേഷം കടലക്കറിക്ക് കുറച്ച് കടല ഉണ്ടായിരുന്നുള്ളൂ, കാരണം ഞങ്ങൾ രാവിലെ മാത്രമല്ലേ തിന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാം കുറച്ചാണ്, വെറുതെ സാധനങ്ങൾ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇത് നമ്മുടെ രാവിലത്തെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഉണ്ടാക്കിയത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ചോറുണ്ടാക്കി, ചോറെല്ലാവരും ഉണ്ടാക്കുന്നതാണ്. അതേപോലെ തന്നെ പ്രായിൽ ഇന്നലെ വൈകുന്നേരം സുചേട്ടൻ മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രായിൽ കറി വെച്ചു, വറുത്തു. പിന്നെ രാവിലത്തേക്ക് നൂലപ്പവും കടലക്കറിയാണ്. പിന്നെ അച്ചിങ്ങ കുറച്ചൊരു 3-4 ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് 2 പേർക്ക് അത് മതി. പിശുക്കാണെന്ന് പറയരുത്, അത് മതി. പക്ഷേ അച്ചിങ്ങിപ്പോൾ ഇതാണ് ശരിക്കും മെഴുക്ക് വരട്ടിയിട്ട്. നമ്മൾ ഉള്ളിയോ പച്ചമുളകോ ഒന്നും ചേർക്കാണ്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതിലോട്ട് ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് അടച്ചു വെച്ച് നല്ല അടിപൊളിയായിട്ട് വേവിക്കുക, വാട്ടാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇനി എല്ലാ പച്ചക്കറി അങ്ങനെ ചെയ്യുള്ളൂ. പിന്നെ പപ്പടമൊക്കെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നൂലപ്പം റെഡിയായി, മീൻകറി എല്ലാ സംഭവങ്ങളും റെഡി ആയിട്ടുണ്ട്. സൂചിച്ചേട്ടൻ സുക്രൂനെ കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ. സുക്രൂനെ ഞാൻ ഇന്നലെ നേഴ്സറിയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇന്നും അയക്കണം. പിന്നെ ഇന്ന് എനിക്ക് കടയിൽ പോകണം കേട്ടോ. കുറേ നാളുകൾക്ക് ഇടവേളകൾക്ക് ശേഷം ഞാൻ കടയിൽ പോകാൻ പോകണേ. അപ്പോൾ അത്രയുള്ളൂ, ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഇന്ന് വെച്ചിട്ടുള്ളത് നല്ല അടിപൊളി നൂലപ്പാണ്, നല്ല സോഫ്റ്റ് നൂലപ്പാണ്. പിന്നെ അതേ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ പപ്പടം വറുത്തത് ഇന്നൊന്നല്ല കേട്ടോ, വെറുതെ ഒരു ഭംഗിക്ക് കാണിച്ചതാണ്. പിന്നെ അതേ മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകാനാണ് കേട്ടോ. നമ്മുടെ അതേ കടൽക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ അതേ അച്ചിങ്ങ റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ മീൻകറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊന്ന് തിന്നട്ടെ. കടലക്കറിയും കടലേക്ക് ഇട്ടിട്ട് ഞാനൊന്ന് തിന്നാൻ പോവാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ പാചകം. ഹലോ, അപ്പോൾ ഞാൻ കടലയും നൂലപ്പും കൂടെ തിന്നട്ടെ കേട്ടോ. ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ തിന്നിട്ട് വേഗം തന്നെ കടയിലോട്ട് പോകട്ടാ. നമുക്ക് നൂലപ്പത്തിലൂടെ എന്ത് ആയാലും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അപ്പോൾ അത്രേ ഉള്ളൂ, ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. രാവിലത്തെ കുറച്ച് തിരക്കിട്ട കുറച്ച് പണികളാണ് ഞാൻ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു, ബൈ.